എൻ്റെ ടിക്കറ്റ് വന്നു ഗൈസ്. ഹലോ എവരിവൺ. അപ്പം ഞാൻ ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിക്കാൻ പോകാൻ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നേ എന്തൊക്കെ കുറേ പരിപാടികളുണ്ടല്ലോ. അപ്പം ഇന്ന് ഞാനും എൻ്റെ ഉമ്മയും കൂടി ഇന്ന് ബാഗ് പാക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കുറേ സാധനങ്ങളൊക്കെ ഇന്നലെ കുത്തിയൊന്ന് വാങ്ങി ബാഗ് പാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോവാം. Hello everyone, this is Nafia and welcome to Nafi Notes. അങ്ങനെ നമ്മൾ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ബാഗ് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്ന ബാഗിൽ സാധനങ്ങൾ കൊള്ളാത്തതുകൊണ്ട് വാങ്ങിയാണ്. എല്ലാ സാധനങ്ങളും കൊള്ളാൻ വേണ്ടി നമ്മൾ കുറച്ച് വലിയ സൈസുള്ള ബാഗ് തന്നെ വാങ്ങി. അപ്പോൾ ഈ ബാഗിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഫുള്ളും ഡ്രസ്സും മറ്റേ സൈഡിൽ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വെക്കാനാണ് പ്ലാൻ. ഇന്നൊരു ദിവസം കൊണ്ട് ബാഗ് പാക്ക് ചെയ്ത് തീർക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ സൈഡിലപ്പോൾ നമ്മൾ മെയിനായിട്ട് എൻ്റെ സ്കിൻ കെയറിൻ്റെ സാധനങ്ങളും പിന്നെ കുറച്ച് അച്ചാർ തിന്നാനുള്ള സാധനങ്ങൾ പിന്നെ ബോട്ടിൽ പ്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എടുത്തേക്കുന്നത്. നമ്മൾ ആ സൈഡ് ഏകദേശമായി. ഇനിയുണ്ട് കുറേ സാധനമുണ്ട്. ഇനി ഇവിടെ ഫുള്ള് ഡ്രസ്സ് വെക്കാണ്ട്. ഡ്രസ്സസ് കുറേയൊക്കെ കയ്യിലുള്ളത് കൊണ്ടുപോകാൻ പിന്നെ കുറച്ച് വാങ്ങിയതുമുണ്ട്. ഡ്രസ്സൊക്കെ മെയിനായിട്ട് ഞാൻ ക്യാഷ് വെയർസും ഫോമൽ വെയർസും ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ തണുപ്പിനുള്ള തെർമൽസും എടുത്തിട്ടുണ്ട്. ഡ്രസ്സ് വയ്ക്കലൊരു പണി തന്നെയായിരുന്നു. എല്ലാം അഡ്ജസ്റ്റ് ആക്കി വെച്ച് ഒരു ബൾക്കി ആയിട്ടുള്ളതൊക്കെ നമ്മൾ വാക്യൂം ബാഗിലിട്ട് വാക്യൂം ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഹെൽപ്പിന് ഉമ്മയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് എല്ലാം തീർന്നു. ഈ ഡ്രസ്സൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ശരിക്കും വിചാരിച്ച് ബാഗിൻ്റെ വെയിറ്റ് കൂടും, ഇത് കൊള്ളൂല ഒക്കെ വിചാരിച്ചു. പക്ഷെ എല്ലാം എങ്ങനെയൊക്കെ കൊണ്ടു എല്ലാം ഏകദേശം ഓക്കെ ആയി സെറ്റാക്കി വെച്ച് നമ്മൾ. എൻ്റെ ടിക്കറ്റ് വന്നു ഗൈസ്. ഇന്നലെ രാത്രി ആയിട്ട് വന്നത്. ഞാൻ ഈ സൺഡേ ഇന്ത്യ വിടും. ഞാൻ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോവാണ്. സൺഡേ മോർണിംഗ് 3 o'clock ഞാൻ ഇവിടുന്ന് പോവും. അപ്പോൾ ഞങ്ങൾ നാളെ തന്നെ എയർപോർട്ടിലേക്ക് പോകും. അപ്പം ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം കൂടിയാണ് ഞാൻ ഇവിടെ. ഇന്നും നാളെ കൂടിയാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇനി ഉണ്ടാവും. ഇനി അടുത്തത് ഉസ്ബെക്കിസ്ഥാനിലേക്ക്. ബാഗ് എന്തായാലും പാക്ക് ചെയ്തില്ല. അപ്പോൾ ഒന്നും കൂടി റീചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ എല്ലാ സാധനം എടുത്ത് വെച്ചിട്ടുണ്ടോയെന്ന്. അതിന് മുന്നേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. ലിസ്റ്റ് നോക്കി എല്ലാം ചെക്ക് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം അവസാനമായിട്ട് നമ്മൾ ഫൈനലായിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ 2 ബാഗുണ്ട്. അത് നമ്മുടെ ക്യാബിൻ ബാഗ്, ഇത് ചെക്കിങ് ബാഗും അത് നമ്മൾ കൈ പിടിക്കുന്ന ബാഗ് കേട്ടോ. പിന്നെ സൈഡ് ബാഗും ഉണ്ട്. ഇതിലിപ്പം 30 കിലോ കയറ്റണം. 30 കിലോ ആണ് കൊള്ളുക. അതിൽ 10 ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത് അങ്ങനെയാണ് അല്ലേ. ഇത് ആദ്യം നമ്മൾ ഒരാഴ്ച മുന്നേ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കുറേ സാധനം കയറ്റിയിട്ട് 33 കിലോ ആയിട്ട് ഉണ്ടായിരുന്ന ബാഗ്. അപ്പോൾ പിന്നെ കുറേ അടുത്ത് പുറത്ത് വെച്ച്
കുറേ അപ്പുറത്തേക്ക് മാറ്റി. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ന് രാവിലെ വെയിറ്റ് നോക്കിയപ്പോൾ 29 കിലോ ആണുള്ളത്. മറ്റേ ആ ബാഗിൽ 6 കിലോ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എല്ലാം സെറ്റാണോ എന്ന് നോക്കില്ലാണ് നമ്മൾ ഇന്നത്തെ പണി. അപ്പോൾ നോക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ കുറച്ച് ഒരു 3 പാക്കറ്റ് ബ്രൂവിൻ്റെ സാഷേൻ്റെ പാക്കറ്റ് കുറച്ചെടുത്തു. പിന്നെ സ്കെച്ച് അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ്. പിന്നെ ഈ സൈഡിൽ ഇതിൻ്റെ അകത്ത് മുഴുവൻ എൻ്റെ സ്കിൻ കെയർ, മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങൾ. ഇത് മുടി തേക്കാനുള്ള എണ്ണ, പിന്നെ മുടി കൊടുക്ക് ബ്രേസ്ലെറ്റ്, അങ്ങനത്തെ ഹെയർ ഡ്രയർ ഉണ്ട്, ടൂത്ത് പേസ്റ്റ്, പിന്നെ ഇത് കഴിക്കാനുണ്ടാക്കിയ സാധനങ്ങളുണ്ട്. പൊടി, അവലോസ് പൊടി ഉണ്ട്, പിന്നെ കുഴലപ്പം ഉണ്ട്, പിന്നെ ഇത് 2 അച്ചാറാണ്. നമ്മളിപ്പോൾ ഒരു ഈത്തപ്പഴച്ചാറും എടുത്തിട്ടുണ്ട്, പിന്നെ പുളിയച്ചാറും എടുത്തിട്ടുണ്ട്, പിന്നെ പ്ലേറ്റ്, ടൂൾസൊക്കെ നമ്മൾ ഇച്ചിരി എടുത്തിട്ടുള്ളൂ. കുറേ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ എല്ലാം വെച്ചപ്പോഴത്തേക്കും സ്ഥലവും കുറഞ്ഞു, പിന്നെ വെയിറ്റും കൂടി. അപ്പം നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷമുള്ളതാണത്. പിന്നെ അത് ബോഡി ലോഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ സോപ്പിന് പകരം ഇപ്പോൾ ബോഡി വാഷാണ് കൊണ്ടുവന്നേ. പിന്നെ മെഡിസിൻ ബോക്സ്, മെഡിസിനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, പിന്നെ സ്പൂണും ഫോർക്കും ഉണ്ട്. പിന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ. പിന്നെ അതായത് ചെറിയ ബാഗ്, ഇതിനകത്ത് സ്പൂണും ഫോർക്കൊക്കെ വെച്ചിട്ടുള്ളത്. ടൂത്ത് പേസ്റ്റ്, ഇതിൻ്റെ അകത്ത് ഇവിടെ ടൂത്ത് ബ്രഷ് ഉണ്ട്. പിന്നെ ഇതേപോലെ ഒരു ടൂത്ത് പേസ്റ്റ് നമ്മൾ 2 വാങ്ങി. അതിലൊരു ടൂത്ത് പേസ്റ്റും ടൂത്ത് ബ്രഷും നമ്മൾ മറ്റേ ബാഗിൽ വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഞാൻ എസെൻഷ്യൽസായിട്ട് മെയിനായിട്ട് എടുത്തത്. പിന്നെ ഡ്രസ്സ്, നമ്മൾക്ക് കാഷ്വൽ വെയർ കുറച്ച് ഡ്രസ്സ്, പിന്നെ ഫോർമലായിട്ടും കുറച്ചുണ്ട്. പിന്നെ ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ഇടാനും കുറച്ച് ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന ദിവസമായി. നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി, എല്ലാവരും തന്നെ സെറ്റായി. ഇത്താത്താനോടുള്ള സ്നേഹം തിന്ന് കാണിക്കാമെന്ന് അജി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫുൾ മന്തി കഴിക്കുകയായിരുന്നു. പിന്നെ 4 മണിക്കൂർ നേരത്തെ അവിടെ എയർപോർട്ടിലെത്തി. പിന്നെ ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വിഷമമുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ച് ചിരിച്ചുകൊണ്ട് പോയി. കാലിക്കറ്റ് ഷാർജയിൽ 2 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാർജ ടു തഷ്കന്താണ്. നമ്മളൊരു രാവിലെ പുലർച്ചെ 3 മണിക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ നമ്മളവിടെ എത്തുന്നുണ്ട്. പിന്നെ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടം. ആൾക്കാർ പറഞ്ഞ അത്ര പേടിപ്പിക്കലൊന്നും എനിക്ക് ഫ്ലൈറ്റിൽ തോന്നിയിട്ടില്ല. പിന്നെ നല്ല കംഫർട്ടബിളായിരുന്നു. എല്ലാം സമാധാനത്തോടെ ഒരു പ്രശ്നമില്ലാണ്ട് എത്തി. അങ്ങനെ അവസാനം നമ്മൾ തഷ്കന്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ കഥ മുഴുവൻ ഇവിടെ നിന്നാണ്.